വളരെ ദുഃഖകരമായ ഒരു വാർത്തയിലേക്കാണ് ആദ്യം വാർത്താരംഭം പോകുന്നത്. അങ്കമാലിയിൽ വീടിന് തീപിടിച്ച് 4 പേർ വെന്തു മരിച്ചു. അച്ഛനും അമ്മയും 2 മക്കളുമാണ് മരിച്ചത്. എനിക്കൊരു പത്ര ഏജൻസി കൂടിയുണ്ട്. അപ്പോൾ പത്രം എടുക്കാൻ വേണ്ടി അങ്കമാലിക്ക് പോകുന്ന സമയമാണ്. ഞാൻ ഇതിൽ വരുമ്പോൾ ഇവിടെ വലിയ തീയുടെ ഒരു ഇത് കണ്ടു. ആ ജാതിമൊക്കെ തീയുടെ ഒരു പ്രത്യേക കളർ കണ്ടപ്പോൾ ഞാൻ വണ്ടി പയ്യെ നിർത്തി നോക്കുമ്പോൾ മുകൾ ഭാഗം മൊത്തം നിന്ന് കത്തുകയാണ്. മൊത്തം നിന്ന് കത്തിക്കഴിഞ്ഞിട്ട് ഞാൻ ഉടനെ ഫയർഫോഴ്സ് നമ്പറിൽ ഇത് ചെയ്തു. അതിനുശേഷം തൊട്ടടുത്ത നൈബറെ വിളിച്ച് നൈബറും കൂടി മുകളിൽ ചെന്നിട്ട് ഡോറ് തുറക്കാൻ ശ്രമിച്ചു. തീ മൊത്തം പടർന്നിരുന്നു. എന്നൊരിക്കലും എന്തെങ്കിലും ശ്രമം നടപ്പോൾ ഒരു നിലവിളി കേൾക്കുന്നുണ്ട്. താഴെ നിന്നാണ് അമ്മയാണെന്ന് വിളിച്ചത്, മോളിൽ നിന്നല്ല. അപ്പോൾ ഞാൻ മോളിൽ ചെന്ന് ഡോറ് തുറക്കാൻ ശ്രമിക്കുമ്പോൾ ഡോറ് ലോക്കഡായിരുന്നു. ഒരിക്കലും ഡോറ് തുറക്കാൻ പറ്റില്ല. അപ്പോഴും തീ പടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് ഫയർഫോഴ്സിനെ വിളിച്ചിട്ട് കൃത്യസമയത്ത് നമുക്കത് കിട്ടാതെ വന്നപ്പോൾ പിന്നെ നമ്മൾ അങ്ങോട്ട് ചെന്നു. ഫയർഫോഴ്സിന്റെ ഓഫീസിൽ ചെന്ന് അപ്പോഴേക്ക് അയൽവക്കാരെയൊക്കെ വിളിച്ചു വരുത്തി. അയൽവക്കാരെല്ലാവരും വന്നു. ഫയർഫോഴ്സിനോട് കൊണ്ടുവന്നതിന് ശേഷമാണ് തീ കെട്ടത്. അവരുടെ അമ്മ അതിന് ഞാനിവിടെ നിൽക്കുന്ന ദിവസം ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് അമ്മ ഓടി വന്നു. തീ മുകളിൽ അവർ ഭയങ്കര ഇതൊക്കെയാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞു നോക്കാം നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞിട്ട് അമ്മേനെ തീയുടെ ആഘാതം കണ്ടുവഴി അമ്മേനെ തൊട്ടടുത്ത വീട്ടിലേക്ക് മാറ്റി. പക്ഷേ ഞങ്ങൾക്ക് ആർക്കും രക്ഷിക്കാവുന്ന ഒരു രീതിയിലായിരുന്നില്ല. തീ അതിന് മാത്രം പടർന്ന് പിടിച്ചിരുന്നു. അല്ലെങ്കിൽ നമ്മൾ ഫയർഫോഴ്സിനെ വിളിക്കുന്ന അയൽവക്കാരൊക്കെ വെച്ചിട്ട് ആരെങ്കിലും രക്ഷിക്കാൻ പറ്റുമോ എന്നുള്ള സമയത്തിന് തീ പടർന്ന് പിടിച്ചിരുന്നു. മുകൾ ഭാഗം മാത്രമാണ് കത്തിയത്. അമ്മ പറയുന്ന പ്രകാരം 4 മണിക്ക് പ്രാർത്ഥനയ്ക്ക് എനിക്കൊന്നും ഇവിടെ ജാതിക്കായയുടെ ബിസിനസ് ഉണ്ട് അവർക്ക്. അവിടെ ഒരു പയ്യൻ ഹിന്ദിക്കാരനാണെന്ന് തോന്നുന്നു, ആ ഒറീസക്കാരൻ ആരാണ്, അദ്ദേഹത്തെ വിളിച്ചു. അവൻ പുറത്ത് പോയി ആരും വിളിക്കാൻ ശ്രമിച്ചു, ആരും എനിക്കില്ല എന്ന് പറയുന്നത് വെച്ചാൽ പുള്ളിക്ക് ഭാഷയുടെ പ്രശ്നമുണ്ട്, ഫോൺ നമ്പർ അറിയില്ല. അതിനുശേഷം അവർ രണ്ടുപേരും കൂടി വെള്ളം കോരി ഒഴിച്ച് അപ്പോൾ ഞങ്ങളുടെ ഇവിടെയുള്ള നൈബേഴ്സ് എല്ലാവരും കൂടി വന്നു. പക്ഷേ ഡോറ് ലോക്കഡായി പോയതുകൊണ്ട് തുറക്കാൻ കഴിയാത്തതുകൊണ്ടും പക്ഷെ നമ്മൾ കാണുന്നത് വളരെ വൈകിയാണ്. ഏതാണ്ട് ഇപ്പോൾ ഇവരുടെ അമ്മ പറയുന്ന പ്രകാരം 4 മണിക്ക് മുമ്പേ തീ പിടിച്ചിട്ടുണ്ടാവണം. അപ്പോൾ അപ്പോഴേക്കും മൊത്തം തീ പടർന്ന് ഇതായി. താഴേക്ക് തീ പിടിക്കുന്നതിന് മുമ്പ് അമ്മയെ മാറ്റിയിട്ടുണ്ട്. അത് ഫയർഫോഴ്സിനെ കൊണ്ടുവന്നു. ഫയർഫോഴ്സിനല്ലാതെ തീ കടത്താൻ പറ്റാത്ത രീതിയിലാണ് നമ്മളുടെ നാട്ടുകാർ, ഞാനും നമ്മുടെ നാട്ടുകാരും ഉൾപ്പെടെ എന്തെങ്കിലും ഇവരുടെ ഒരു ജീവൻ രക്ഷപ്പെടുത്താൻ കഴിയുമെന്നുള്ള ശ്രമം നടത്തി. കൂടുതൽ വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നു. നവമി, അത്യന്തം ദാരുണം ആയ ഒരു സംഭവമാണ് രാവിലെ തന്നെ നമ്മൾ കേട്ടത്. ഒരു കുടുംബത്തിലെ 4 പേരും തീ പിടിച്ച് മരിക്കുകയാണ് ഉണ്ടായത്. എന്താണ് പറയുന്നത്, എന്താണ് സംഭവിച്ചത്? അശ്വതി, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ബിനീഷിന്റെ വീട്ടിലാണ്. ഇവിടെ ഒരു നാടാകെ എത്തിയിട്ടുണ്ട്. അവരെല്ലാം ഇപ്പോഴും ആ ഒരു വിഷമത്തിൽ തന്നെയാണ്, അതിന്റെ ഒരു ആഘാതത്തിൽ തന്നെയാണ്. രാവിലെ അവരെ തേടിയെത്തിയ ദുഃഖവാർത്ത അത് പലർക്കും താങ്ങാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ബിനീഷും കുടുംബവും ഈ പരിസരവാസികളുമായി നല്ല അടുപ്പം പുലർത്തുന്ന വ്യക്തികൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് അതിന്റെ ഒരു വിഷമത്തിൽ തന്നെയാണ്. എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോഴും നാട്ടുകാർക്ക് വ്യക്തമാകുന്നില്ല, മനസ്സിലാകുന്നില്ല. ഷോർട്ട് സർക്യൂട്ട് ആണെന്നുള്ളൊരു പ്രാഥമിക വിലയിരുത്തലാണ് ഇപ്പോഴും. പക്ഷേ പോലീസും ഇതിലൊരു അസ്വാഭാവികത പ്രകടിപ്പിക്കുന്നുണ്ട്. ഷോർട്ട് സർക്യൂട്ട് ആണോ എന്ന് അവർക്കും വ്യക്തമാക്കാൻ കഴിയുന്നില്ല. എന്തായാലും വിശദമായ പരിശോധന നടത്തുകയാണ്. അതോടൊപ്പം ഇൻക്വസ്റ്റ് നടപടികളും ഈ മുറിക്കുള്ളിൽ നടക്കുകയാണ്. ഈ സംഭവം നടക്കുന്നത് ഇന്ന് രാവിലെ ആയിരുന്നു. ഏകദേശം 5 മണിയോടുകൂടി നമ്മൾ നേരത്തെ കേട്ട ആ ഒരു പ്രതികരണം ദൃക്സാക്ഷിയുടേതായിരുന്നു. അതൊരു പത്രം ഇടുന്ന, ഈ നാട്ടിൽ പത്രം ഇടുന്ന ഒരു ചേട്ടനാണ്. പുള്ളി രാവിലെ ഈ പത്രമിട്ട് ഈ വഴി കടന്നു പോകുമ്പോഴാണ് ഇവിടെ ഒരു തീ പടരുന്നതായി കാണുന്നത്. അതോടൊപ്പം തന്നെ ബിനീഷിന്റെ അമ്മ നിലവിളിക്കുന്ന ശബ്ദവും കേട്ടിരുന്നു. ഉടൻ തന്നെ ഇവിടെ എത്തി നാട്ടുകാരെ അടക്കം വിളിച്ചുകൂട്ടി. സമയത്ത് ഫയർഫോഴ്സിനെ വിളിച്ചുവെങ്കിലും, ഫോൺ ചെയ്തുവെങ്കിലും ഫയർഫോഴ്സിന്റെ ഫോൺ അവിടെ കണക്ട് ആകാത്തതിനാൽ ഇവിടെ നിന്ന് ആളുകൾ പോയി തന്നെ ഫയർഫോഴ്സിനെ കൂട്ടി കൊണ്ടുവരുന്ന ഒരു സാഹചര്യം. പക്ഷേ ഫയർഫോഴ്സ് ഇവിടെ എത്തിയപ്പോഴേക്കും നാട്ടുകാരെല്ലാവരും കൂടി തീ അണച്ചിരുന്നു. മുറിക്കുള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ചുവെങ്കിലും സാധിച്ചിരുന്നില്ല. കാരണം അത് അകത്ത് നിന്ന് കുറ്റിയിട്ട നിലയിലായിരുന്നു. പിന്നീട് പോലീസിന് വിവരം അറിയിച്ച് പോലീസ് ഉൾപ്പെടെ ഇവിടെ എത്തി പരിശോധന നടത്തിയപ്പോഴാണ് 4 പേരെയും ഉള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബിനീഷ് കുര്യൻ ഒരു ജാതി വ്യാപാരിയാണ്, ജാതിക്ക ബിസിനസ് നടത്തുന്ന വ്യക്തിയാണ്. ഇതിനോടടുത്ത് തന്നെ അദ്ദേഹത്തിന്റെ ഒരു ഫാക്ടറിയുമുണ്ട്. ഇവിടെ തന്നെയാണ് അതിന്റെ ബിസിനസ്സൊക്കെ നടത്തുന്നത്. ഇവിടെ തന്നെ ഒരു ജോലിക്കായി ഒരു അന്യസംസ്ഥാന തൊഴിലാളിയും ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഒപ്പം ബിനീഷിന്റെ അമ്മയുമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. ബിനീഷ് കുര്യൻ, ഭാര്യ അനു MA GJ ഹോസ്പിറ്റലിലെ നഴ്സിംഗ് ട്യൂട്ടറാണ്. ഒപ്പം 2 മക്കൾ, മൂത്ത മകളായ ജോവാന 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ജസ്വിൻ
മകനാണ്. അവനിപ്പോൾ LKGയിലേക്ക് ഈ വർഷമാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. അങ്ങനെ 2 പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയാണ് 4 പേർ മരിച്ചിരിക്കുന്നത്. എന്തായാലും വളരെ ദുഃഖിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇന്ന് രാവിലെ ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും നാട്ടുകാരെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. എന്താണ്